السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا മുഹമ്മദ്. വിശ്വാസികളാകുന്ന മനുഷ്യർ എപ്പോഴും നന്മയുടെ വാക്താക്കളാകണം. ഒരിക്കലും നമ്മുടെ വാക്കുകൊണ്ട് പ്രവർത്തനങ്ങൾ കൊണ്ട് മറ്റുള്ളവർക്കൊരു പ്രയാസമുണ്ടാകുന്ന ഒരു കാര്യവും നമ്മൾ ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ മാർഗതടസ്സം അതൊരിക്കലും നമ്മുടെ ഭാഗത്തുണ്ടാവാൻ പാടില്ല. മറ്റുള്ളവരുടെ വഴി തടഞ്ഞു വെക്കുക, അവരുടെ വഴിയിൽ തടസ്സങ്ങൾ ഉണ്ടാക്കുക, അവരുടെ വഴി സഞ്ചാരയോഗ്യമല്ലാത്ത രൂപത്തിലാക്കുക, ഇതൊന്നൊരിക്കലും ഒരു വിശ്വാസി ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. മറിച്ച് നാം മറ്റുള്ളവർക്ക് വഴി ഒരുക്കി കൊടുത്തു, മറ്റുള്ളവർക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന രൂപത്തിൽ നമ്മുടെ മതിലൊന്ന് നീക്കി കെട്ടിക്കൊടുത്തു. നമ്മുടെ മരം ആ വഴിയിലേക്ക് ചാഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു, അതൊന്ന് മുറിച്ച് അവരുടെ വാഹനങ്ങൾ കടന്നു പോകാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്തു. അതുപോലെ തന്നെ വഴിയിലെ കുണ്ടും കുഴിയും അതെല്ലാം മണ്ണിട്ട് നികത്തി കൊടുത്തു. അതിൽ കഴിയുമെങ്കിൽ അത് കോൺക്രീറ്റ് ചെയ്തോ അതല്ലെങ്കിൽ ഇൻ്റർലോക്ക് പതിച്ചു, ഇങ്ങനെയൊക്കെ മറ്റുള്ളവരുടെ വഴി നേരാക്കി കൊടുത്താൽ, സഞ്ചാരയോഗ്യമാക്കി കൊടുത്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സ്വർഗം പ്രതിഫലമായി നൽകുമെന്നാണ് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുക. മഹാനായ ഇമാം തബറാനി റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ട അബൂദർദാ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, മൻ അഖറജ മിൻ തരീഖിൽ മുസ്ലിമീന ശൈഅൻ യുഅ്ദീഹിം, ജനങ്ങൾ മുസ്ലിമീങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ അവർക്ക് ആ വഴിയിൽ എന്തോ പ്രയാസങ്ങൾ അവർ നേരിടുന്നുണ്ട്, അവർക്ക് ആ വഴിയിലൂടെ നേരാമണ്ണം നടന്നു പോകാൻ കഴിയുന്നില്ല, വഴിയിൽ കുണ്ടും കുഴിയുമാണ്, അത് നികത്തി കൊടുത്തു. അതല്ലെങ്കിൽ ആ വഴിയിലേക്ക് ചാഞ്ഞു കിടക്കുന്ന തൻ്റെ തോട്ടത്തിലുള്ള മരം, അതിൻ്റെ കൊമ്പ് റോട്ടിലേക്ക് ചാഞ്ഞു നിൽക്കുന്നുണ്ട്, അത് കാരണം അവിടെ വാഹനങ്ങൾ ഇതിലൂടെ കടത്തി കൊണ്ടുപോകാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് നടന്നു പോകാൻ പ്രയാസമുണ്ട്, ഇങ്ങനെയൊക്കെ സംഭവിക്കാം. അങ്ങനത്തെ ആ സാഹചര്യങ്ങളിൽ ആ തടസ്സം, ആ പ്രയാസം നീക്കിക്കൊടുത്താൽ എങ്കിൽ കതബല്ലാഹു ലഹു ബിഹി ഹസന, അത് കാരണം അല്ലാഹു തആല അവരുടെ നന്മയുടെ ഏടിൽ ഒരു നന്മ ചെയ്ത പ്രതിഫലം അല്ലാഹു തആല രേഖപ്പെടുത്തി വെക്കുകയാണ്. വമൻ കതബ ലഹു ഇൻദഹു ഹസന, അല്ലാഹുവിൻ്റെ ഭാഗത്ത് ഒരാളുടെ നന്മയുടെ ഭാഗത്ത് ഒരു നന്മ രേഖപ്പെടുത്തി വെച്ചാൽ അദ്ഖലഹു അല്ലാഹു ബിഹാ അൽ ജന്ന, അത് കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിയെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. എങ്കിൽ ഇത് നാം വളരെയധികം ഗൗരവത്തിലെടുക്കേണ്ടുന്ന ഒരു വിഷയമാണ്. ഒരിക്കലും നമ്മുടെ അയൽവാസികളോ മറ്റോ നമ്മൾ കാരണം അവരുടെ വഴി തടസ്സപ്പെടാൻ പാടില്ല. അവർക്ക് അതിലൂടെ നടന്നു പോകാനോ അല്ലെങ്കിൽ വാഹനങ്ങൾ ഓടിച്ചു പോകാനോ മറ്റോ പ്രയാസമുണ്ടാകുന്ന ഒരു കാര്യം നമ്മൾ കാരണം ഉണ്ടാവാൻ പാടില്ല. നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ ആ വഴിയിലുള്ള തടസ്സങ്ങളൊക്കെ നീക്കിക്കൊടുത്ത് ആ വഴി അവർക്ക് സഞ്ചാരയോഗ്യമാക്കി കൊടുത്താൽ തീർച്ചയായും അത് കാരണം അല്ലാഹു തആല നമ്മുടെ ഭാഗത്ത് നന്മ രേഖപ്പെടുത്തി വെക്കുകയും ആ നന്മ കാരണം കൊണ്ട് അല്ലാഹു തആല നമുക്ക് സ്വർഗം നൽകുമെന്നും മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അർഹമുർ റഹീമായ റബ്ബ് ഖൈറായ കാര്യങ്ങൾ ധാരാളം ജീവിതത്തിൽ ചെയ്തു വെക്കാൻ, അത് കാരണം അവൻ്റെ ഔദാര്യം കൊണ്ട് സ്വർഗത്തിലെത്താൻ അല്ലാഹു നമ്മെ സഹായിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.